ഹായ് ഹലോ മക്കളെ, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ഓക്കെ മക്കളെ, നമ്മളിതാ SSLC ഇഗ്നൈറ്റ് വൺ ഷോട്ട് വീഡിയോ സീരീസിൽ ചാപ്റ്റർ 4 ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ്. എന്താണ്? സാധ്യതകളുടെ ഗണിതം. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ്, പ്രോബബിലിറ്റി ആണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് അല്ലെ. സോ മക്കളെ, നിങ്ങളിതാ SSLC ഇങ്ങ് എത്താറായല്ലോ. ഒരു 3 to 4 മന്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് SSLC എക്സാം എഴുതാനായിട്ട് ഹാളിലേക്ക് പോവാൻ പോവുകയാണ്. ഓക്കെ, എല്ലാവരും സെറ്റ് അല്ലേ മക്കളെ? സോ അങ്ങനെ SSLC എഴുതുന്ന സമയത്ത് എഴുതി റിസൾട്ട് വരും അല്ലെ. ദെൻ റിസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും അല്ലെ. വരുന്നതിന് മുന്നേ എന്ത് ചെയ്യും? പ്രെഡിക്റ്റ് ചെയ്യും. എന്ത്? A+ അല്ലെ. 10ല് ഇത്ര A+ കിട്ടും അല്ലെ. എനിക്ക് ടോട്ടൽ 10 സബ്ജക്റ്റ്, അതില് എനിക്ക് ഇത്ര സബ്ജക്റ്റിന് A+ കിട്ടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര സബ്ജക്റ്റിന് B+, അല്ലെങ്കിൽ A കിട്ടാനായിട്ട് ചാൻസസ് ഉണ്ട്. പ്രോബബിലിറ്റി ആണല്ലേ ഇവിടെ. കിട്ടിയോ? ഇല്ല, റിസൾട്ട് വന്നില്ല. വരുന്നതിന് മുന്നേ എന്താണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാണ്, പ്രോബബിലിറ്റി ആണ് അവിടെ. ഓക്കെ, സോ അതേപോലെ തന്നെ മഴ പെയ്യും അല്ലെ. മഴ പെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. എന്താണ്? അവധി കിട്ടും അല്ലെ. അവധി അല്ലെ, കളക്ടർ അവധി തരും. ഓക്കെ, സോ എന്താണ്? അതായത് ഇന്നിപ്പോ മഴ പെയ്ത അവധി തന്നാ നിങ്ങൾ എന്ത് വിചാരിക്കും? നാളെ അല്ലെ, നാളെ കൂടി മഴ പെയ്തിരുന്നെങ്കിൽ അവധി കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലെ. അവധി കിട്ടാൻ എന്ത് ചാൻസ് ഉണ്ട്? പ്രോബബിലിറ്റി ആണ് അവധി കിട്ടിയേനെ. ഓക്കെ, സോ ആ ഒരു ടൈപ്പ് ഓഫ് കൺസെപ്റ്റ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ത്രൂ ഔട്ട്. ഓക്കെ, സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് മക്കളെ. നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ടോപ്പിക്സ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. എന്താണ്? മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ്, സാധ്യതകളുടെ ഗണിതം. സോ നോക്കുക, എന്തൊക്കെയാണ് ടോപ്പിക്സ് ഇതിനകത്ത് വരുന്നത്? പ്രോബബിലിറ്റി അല്ലെ, പ്രോബബിലിറ്റി വരുന്നുണ്ട്. ദെൻ ജോമെട്രിക്കൽ പ്രോബബിലിറ്റി, പെയേഴ്സ് ആൻഡ് മോർ പെയേഴ്സ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളൂ. ഓക്കെ, കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ടോപ്പിക്സിലേക്കായിട്ട് പോവാം. ഇതാ നോക്കുക, ഫസ്റ്റ് ടോപ്പിക് എന്താണ്? പ്രോബബിലിറ്റി അല്ലെ, ചാൻസ്. ഓക്കെ, പ്രോബബിലിറ്റി നോക്കുക. മിസ്സിന്റെ കയ്യിൽ കുറെ ബോക്സസ് ഉണ്ട് അല്ലെ, കുറെ ബോക്സസ് ഉണ്ട്. ബോക്സസിലൊക്കെ എന്തുണ്ട്? മാങ്കോസ് ഉണ്ട്. എന്ത് മാങ്കോ? ഗ്രീൻ മാങ്കോ ആൻഡ് യെല്ലോ മാങ്കോ. പഴുത്ത മാങ്ങയും പച്ച മാങ്ങയും ഉണ്ട് കേട്ടോ. ഓക്കെ, നോക്കുക, ഫസ്റ്റ് ബോക്സില് മിസ്സിന്റെ ഫസ്റ്റ് ബോക്സില് 9 ഗ്രീൻ മാങ്കോയും 1 യെല്ലോ മാങ്കോയും ആണ് ഉള്ളത്. ഓക്കെ, മിസ്സിന്റെ ഈ ബോക്സിൽ, രണ്ടാമത്തെ ബോക്സില് 8 ഗ്രീൻ മാങ്കോയും 2 യെല്ലോ മാങ്കോയും ആണ് ഉള്ളത്. ദെൻ തേർഡ് ബോക്സിലോ 5 ഗ്രീൻ മാങ്കോയും 5 യെല്ലോ മാങ്കോയും ആണ് ഉള്ളത്. ദെൻ ഈ ബോക്സിൽ 1 ഗ്രീൻ മാങ്കോയും 9 യെല്ലോ മാങ്കോയും ആണ് ഉള്ളത്. ദെൻ ഈ ഒരു ബോക്സിലോ 6 ഗ്രീൻ മാങ്കോയും 5 യെല്ലോ മാങ്കോയും ആണ് ഉള്ളത്. ദെൻ ലാസ്റ്റ് ബോക്സിൽ 5 ഗ്രീൻ മാങ്കോയും 4 യെല്ലോ മാങ്കോയും ആണ് ഉള്ളത്. സോ നമുക്ക് മിസ് ഈ ഒരു ബോക്സിൽ നിന്നും ഒരു യെല്ലോ മാങ്കോ, പഴുത്ത മാങ്കോ എടുക്കാൻ പോവാണ് കേട്ടോ. പഴുത്ത മാങ്ങ എടുക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫസ്റ്റ് ബോക്സിൽ നിന്നും മാം ഒരു യെല്ലോ മാങ്കോ എടുക്കുകയാണെങ്കിൽ അത് യെല്ലോ ആവാനുള്ള പോസിബിലിറ്റി എത്രയാണ്? പ്രോബബിലിറ്റി. ഓക്കെ, പ്രോബബിലിറ്റി നമുക്ക് നോക്കാം മക്കളെ. അതിന് മുന്നേ ഈ ഒരു കൺസെപ്റ്റ് ഒന്ന് നോക്കിക്കേ. ഇവിടെ ഈ ഒരു ബോക്സിൽ 3 ഗ്രീൻ മാങ്കോ ഉണ്ട്, 3 ഗ്രീൻ മാങ്കോ ഉണ്ട്, 8 യെല്ലോ മാങ്കോ ഉണ്ട്, 8 യെല്ലോ മാങ്കോ. സോ മിസ് ഇതിന്റെ ഉള്ളില് കൈയിട്ടിട്ട് എന്താണ്? മാങ്കോസ് എടുക്കുകയാണ്. ഏത് മാങ്കോ? യെല്ലോ മാങ്കോ, പഴുത്ത മാങ്ങ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ യെല്ലോ മാങ്കോ ആവാനുള്ള ചാൻസ് എത്രയാണ്? എന്താ നോക്കുക, ടോട്ടൽ ഈ ബോക്സിനകത്ത് എത്ര മാങ്കോസ് ഉണ്ട്? 11 അല്ലേ. ടോട്ടൽ എത്ര മാങ്കോ ഉണ്ട്? 11. ടോട്ടൽ 11 മാങ്കോ ഉണ്ട്. അതില് യെല്ലോ മാങ്കോ ആവാനുള്ള ചാൻസ് എത്രയാണ്? 8 അല്ലേ. സോ ഇതാണ് മിസ് ഈ ബോക്സിൽ നിന്ന് യെല്ലോ മാങ്കോ എടുക്കാൻ, അതായത് യെല്ലോ മാങ്കോ കിട്ടാനുള്ള പോസിബിലിറ്റി. ഓക്കെ അല്ലേ? അതായത് 11 ഡിനോമിനേറ്റർ ആയിട്ടും 8 ന്യൂമറേറ്റർ ആയിട്ടും നമ്മൾ എഴുതിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ 11ല് 8 ആണ് ഇതിൽ നിന്ന് യെല്ലോ മാങ്കോസ് കിട്ടാനുള്ള പോസിബിലിറ്റി. ഓക്കെ, സെറ്റ് അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഇത് നോക്കുക, ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. എന്തായിരുന്നു? 9 ഗ്രീൻ മാങ്കോ ഉണ്ട്, 1 യെല്ലോ മാങ്കോ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് യെല്ലോ മാങ്കോസ് കിട്ടാനുള്ള, പഴുത്ത മാങ്കോ കിട്ടാനുള്ള ചാൻസസ് അല്ലെ, പ്രോബബിലിറ്റി എത്രയാണ്? ടോട്ടൽ ഇതിനകത്ത്
10 അല്ലേ, ടോട്ടൽ 10. ദെൻ യെല്ലോ, ഇതില് യെല്ലോ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാ? ഒരെണ്ണം അല്ലേ, ഒരെണ്ണയല്ലേ ഉള്ളൂ. സോ 1. ഓക്കെ. ദെൻ മക്കളെ ഇതിലോ ടോട്ടൽ 10, യെല്ലോ കിട്ടാനുള്ള പ്രോബബിലിറ്റി 2. ഓക്കെ. ദെൻ ഇവിടെയോ? സോ ഇത് നമുക്ക് വെട്ടിക്കുറച്ച് ചെയ്താൽ അല്ലേ 1/5 എന്ന് വരും, 1/5 എന്ന് വരും. ദെൻ ഇവിടെയോ 5, 10 അല്ലെ, ടോട്ടൽ 10, യെല്ലോ ആവാനുള്ള ചാൻസ് 5 അല്ലേ. സോ അപ്പോ അല്ലേ 1/2 എന്ന് വരും. ദെൻ ഇവിടെയോ യെല്ലോ ആവാനുള്ള ചാൻസ് എത്രയാണ്? 9 അല്ലേ, 10ല് 9. സോ യെല്ലോ കിട്ടാനുള്ള ചാൻസ് ഏത് ബക്കറ്റിൽ നിന്ന് എടുത്താലാണ് കൂടുതൽ പ്രോബബിലിറ്റി? ഏതിൽ നിന്നാണ്? ഈ ഒരു ബോക്സ് അല്ലേ, ഈ ഒരു ബോക്സിൽ നിന്നാണ് എന്ത് യെല്ലോ കിട്ടാനുള്ള ചാൻസസ് കൂടുതൽ അല്ലെ. 10ല് 9 വരുന്നുണ്ട് അല്ലെ. സോ മക്കളെ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി, ഗ്രീൻ കിട്ടാനുള്ള ചാൻസ് കൂടുതൽ ഏതിലായിരിക്കും? ഗ്രീൻ കിട്ടാനുള്ള ചാൻസ് കൂടുതൽ ദാ ഇതിലായിരിക്കും അല്ലെ. യെല്ലോ കിട്ടാനുള്ള കുറവ് ചാൻസോ? യെല്ലോ കിട്ടാനുള്ള കുറവ് ചാൻസ് ഏതിലായിരിക്കും? ദാ ഇതിൽ നിന്നല്ലേ. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? കോൺസെപ്റ്റ് സെറ്റ് അല്ലേ? ദാ അങ്ങനെയാണെങ്കിൽ നോക്കുക, ദാ ഇവിടെ 6 ഗ്രീൻ മാംഗോ ഉണ്ട്, 5 യെല്ലോ മാംഗോ ഉണ്ട്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും യെല്ലോ മാംഗോ കിട്ടാനുള്ള പ്രോബബിലിറ്റി? യെല്ലോ മാംഗോ കിട്ടാനുള്ള പ്രോബബിലിറ്റി അല്ലേ? ടോട്ടൽ എത്രയുണ്ട്? 11. അതിൽ 5 ആണ് എന്ത് യെല്ലോ മാംഗോ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ ഇവിടെയാണെങ്കിലോ, ടോട്ടൽ 9 മാംഗോസ് ആണ് ഉള്ളത്. അതില് യെല്ലോ മാംഗോ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 4 അല്ലേ. യെല്ലോ മാംഗോ കിട്ടാനുള്ള പ്രോബബിലിറ്റി 4. ദെൻ മക്കളെ ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും അസംപ്ഷനിലേക്ക് എത്താൻ കഴിയോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഇവിടെ ഡിനോമിനേറ്റർ എന്താണ്? ഡിഫറെന്റ് ആണ് അല്ലെ. ഡിനോമിനേറ്റർ നേരത്തെ കേസിൽ എന്തായിരുന്നു? സെയിം ആയിരുന്നു. സോ നമുക്ക് ഏതിനാണ് കുറവ്, ഏതിനാണ് കൂടുതൽ എന്ന് പറയാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് പറയാൻ കഴിയോ? ഇല്ല അല്ലെ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ദാ ഇവിടെ കിടക്കുന്ന ആളെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ കിടക്കുന്ന ആളെ ദാ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എത്ര ആൻസർ കിട്ടും? 9 × 5 45 ഡിവൈഡഡ് ബൈ 9 × 11 എന്ന് പറയുമ്പോൾ 99 അല്ലേ, 99. ദെൻ ഇവിടെയോ 44 ഡിവൈഡഡ് ബൈ 99 എന്ന് വരും അല്ലെ. സോ ഇതിൽ പ്രോബബിലിറ്റി കൂടുതൽ ഏതിനാ? പ്രോബബിലിറ്റി കൂടുതൽ ദാ ഇതിനല്ലേ. സോ ഇതിനല്ലേ പ്രോബബിലിറ്റി കൂടുതൽ? 99ല് 45% പ്രോബബിലിറ്റി ആണല്ലേ, 45 പ്രോബബിലിറ്റി വരുന്നുണ്ട്. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? ഓക്കെ. സോ മക്കളെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത് കേട്ടോ. മക്കളെ ക്വസ്റ്റ്യൻ നോക്കുക. എ ബോക്സ് കണ്ടെയ്ൻസ് 6 ഗ്രീൻ ആൻഡ് 4 യെല്ലോ മാംഗോസ്. ഒരു ബോക്സിൽ 6 ഗ്രീൻ മാംഗോ ഉണ്ട്, 4 യെല്ലോ മാംഗോ ഉണ്ട്. ഇഫ് എ മാംഗോ ഈസ് പിക്ഡ് ഫ്രം ഇറ്റ്, വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ഗ്രീൻ ആൻഡ് പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് യെല്ലോ അല്ലെ. അതിൽ നിന്ന് ഒരു മാങ്ങ എടുത്താൽ അത് എന്താ? ഗ്രീൻ ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? യെല്ലോ ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. നോക്കാം മക്കളെ, നമ്മുടെ കയ്യിലുള്ള ബോക്സിൽ 6 ഗ്രീൻ മാംഗോയും 4 യെല്ലോ മാംഗോയും ആണ് ഉള്ളത്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഗ്രീൻ അല്ലേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതല്ലേ ഈ ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഗ്രീൻ. സോ ആൻസർ എഴുതാം, probability of getting green. Probability of getting green. Green mango കിട്ടാനുള്ള ചാൻസ്. ടോട്ടൽ ഇവിടെ എത്ര മാംഗോ ഉണ്ട്? ടോട്ടൽ 10 അല്ലേ. ടോട്ടൽ 10. 10ല് ഗ്രീൻ കിട്ടാനുള്ള ചാൻസ് അല്ലെ. ഗ്രീൻ എത്രയാണ്? 6. എത്രയാണ്? 6 അല്ലേ.
സോ 3/5 അല്ലേ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ദാ ഇവിടെ നോക്കുക, അടുത്ത ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് യെല്ലോ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് യെല്ലോ മാംഗോ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ടോട്ടൽ 10 മാംഗോസിൽ നിന്ന് യെല്ലോ എത്രയാണ്? 4 അല്ലേ? 4. സോ 2/5. ഇതാണ് എന്ത്? പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഗ്രീൻ കിട്ടാനുള്ളതും യെല്ലോ കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ ഈ ക്വസ്റ്റ്യൻ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദാ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. എന്താണ്? എ ഡോട്ട് ഈസ് പുട്ട് ഇൻസൈഡ് ദി സർക്കിൾ വിത്തൗട്ട് ലുക്കിംഗ് ഇറ്റ്. ഓക്കെ, വിത്തൗട്ട് ലുക്കിംഗ് ഇറ്റ്. എ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ദി ഡോട്ട് ടു ബി വിത്തിൻ ദി അൺഷെയ്ഡഡ് പാർട്ട് അല്ലേ? അതായത് നമ്മള് ഒരു എ ഡോട്ട് ഈസ് ഇൻസൈഡ് ദി സർക്കിൾ വിത്തൗട്ട് ലുക്കിംഗ്. അതായത് നമ്മൾ കണ്ണടച്ചിരിക്കുകയാണ് കേട്ടോ. കണ്ണടച്ചിരുന്നിട്ട് എന്താണ്? നമുക്കൊരു സർക്കിൾ തന്നിട്ടുണ്ട്, അതിനകത്ത് എന്താണ്? ഒരു ഡോട്ട് ഇടണം അല്ലെ? എന്തിടണം? ഒരു ഡോട്ട് ഇടണം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ദി ഡോട്ട് ടു ബി വിത്തിൻ ദി ഷെയ്ഡഡ് പാർട്ട്? ആ ഷെയ്ഡഡ് പാർട്ടിൽ ആ ഡോട്ട് വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ദി ഡോട്ട് ടു ബി വിത്തിൻ ദി അൺഷെയ്ഡഡ് പാർട്ട് അല്ലെ? ഷെയ്ഡഡ് പാർട്ടിൽ നമ്മൾ കണ്ണടച്ച് സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു ഡോട്ട് ഇടാണെങ്കിൽ അത് ആ ഷെയ്ഡഡ് പാർട്ടിൽ വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? അൺഷെയ്ഡഡ് പാർട്ടിൽ വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. എന്താ മിസ് ഫിഗർ കാട്ടിത്തരാം. ഇതാ നോക്കാം മക്കളെ, ഇതാണ് എന്ത്? നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത് അല്ലേ? ഇതാണ് എന്ത്? ഫിഗർ. ഇതാ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമ്മൾ കണ്ണടച്ച് ഒരു ഡോട്ട് ഈ സർക്കിളിന്റെ ഉള്ളിൽ ഇട്ടാൽ അത് ഷെയ്ഡഡ് പാർട്ടിൽ അല്ലേ? ഈ ഒരു ഷെയ്ഡ് ചെയ്ത പാർട്ട് കണ്ടോ? ഈ ഒരു ഷെയ്ഡഡ് പാർട്ടിലാവാനുള്ള ചാൻസ് പ്രോബബിലിറ്റി എത്രയാണ്? ഈ അൺഷെയ്ഡഡ് പാർട്ടിൽ ഈ ഒരു അൺഷെയ്ഡഡ് പാർട്ടിലാവാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. സോ മക്കളെ, ഇത് നോക്കി നമുക്കറിയാം അല്ലെ? എന്താണ്? ഒരു സർക്കിൾ അല്ലേ? സർക്കിളിന്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് ആംഗിൾസ് ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 360 അല്ലെ? എത്രയാണ്? 360 ആണ് വരുന്നത് അല്ലെ? സോ നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ദാറ്റ് ദി ഡോട്ട് ടു ബി വിത്തിൻ ദി അൺഷെയ്ഡഡ് പാർട്ട് അല്ലെ? അൺഷെയ്ഡഡ് പാർട്ട് ഏതാണ്? ഇതല്ലേ? ഷെയ്ഡ് ചെയ്യാത്ത പാർട്ട്. അപ്പൊ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ 360 അല്ലെ? 360 ദ അൺഷെയ്ഡഡ് പാർട്ട് എത്രയാണ് ഇവിടെ? 120. എത്ര കിട്ടും? 120. ഇതാണ് എന്ത്? ഇതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സോ ഇത് നമുക്ക് എന്ത് കിട്ടും? 1/3 എന്ന് കിട്ടും. എന്ത് കിട്ടും? 1/3 എന്ന് കിട്ടും. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? ഇനി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി that the dot to be within the shaded part അല്ലേ? ഷെയ്ഡഡ് പാർട്ടിലാവാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ 360 ആണ് അല്ലേ? ടോട്ടൽ 360 മൈനസ് 120 അല്ലേ? ഡിവൈഡഡ് ബൈ 360. ഡിവൈഡഡ് ബൈ 360. സോ നിങ്ങൾ എന്ത് ചെയ്യുക? വേഗം കാൽക്കുലേറ്റർ യൂസ് ചെയ്യാമോ? നമുക്ക് എക്സാം ഹാളിൽ ഇല്ലല്ലേ? സോ എന്ത് ചെയ്യാ? മനസ്സിൽ എന്ത് ചെയ്യാ? കാൽക്കുലേറ്റ് ചെയ്യാ കേട്ടോ. എന്ത് ചെയ്യാം? മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാ. സോ നമുക്ക് എത്ര ആൻസർ കിട്ടും? വേഗം പറയാം, എത്ര ആൻസർ കിട്ടും? ദ ആൻസർ ഈസ് 2/3. എന്താണ്? 2/3. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ദാ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഇൻ ദി ഫിഗർ AB is the diameter of the circle. Calculate the probability of a dot put inside the circle without looking to be within the non-shaded region അല്ലേ? നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഫിഗർ മിസ് കാട്ടി തരാം കേട്ടോ. ഓക്കെ, AB is the diameter of the circle. AB എന്താണ്? സർക്കിളിന്റെ ഡയമീറ്റർ ആണ് അല്ലെ? ഡയമീറ്റർ D ആണ്. ഓക്കെ, കാൽക്കുലേറ്റ് ദി പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് പുട്ട് ഇൻസൈഡ് ദി സർക്കിൾ അല്ലെ? അതായത് ആ സർക്കിളിന്റെ ഉള്ളിൽ നമ്മളൊരു ഡോട്ട് ഇടുവാണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. എവിടെ? നോൺ ഷെയ്ഡഡ് റീജിയനിൽ വരാനുള്ള പ്രോബബിലിറ്റി കേട്ടോ. അപ്പൊ നമുക്ക് പോവാം. ദാ കണ്ടോ? ഇതാണ് എന്ത്? നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത്.
ഓക്കെ, ഇവിടെ നോൺ ഷെയ്ഡഡ് റീജിയനിൽ വരാനുള്ള ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ നോൺ ഷെയ്ഡഡ് റീജിയനിൽ വരാനുള്ള പ്രോബബിലിറ്റി ആണ് എന്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ചെയ്യാം. ഇതാ നോക്കുക മക്കളെ, ഇതല്ലേ നമ്മുടെ ഫിഗർ. ഇതാണ് എന്താ നമ്മുടെ ഫിഗർ തന്നിരിക്കുന്നത് കേട്ടോ. ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, ഷെയ്ഡഡ് പോർഷൻ ഉണ്ട്, അൺഷെയ്ഡഡ് പോർഷനും ഉണ്ട് അല്ലെ. ദെൻ നമ്മുടെ ക്വസ്റ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എ ബി എന്ന് പറയുന്നത് എന്താണ്? ഡയമീറ്റർ ആണ് അല്ലെ. എ ബി എന്ന് പറയുന്നത് എന്താണ്? ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ആണ് അല്ലെ. ദെൻ നോക്കിയ മക്കളെ, നമുക്കിവിടെ ഒരു വലിയൊരു സർക്കിൾ ഉണ്ട് അല്ലെ, വലിയൊരു വൃത്തമുണ്ട്. ദെൻ പിന്നെന്താ, ദാ ഇതൊരു സെമി സർക്കിൾ ആണ് അല്ലേ. വേറൊരു സെമി സർക്കിളും കൂടെ ഉണ്ട് അല്ലെ, സെമി സർക്കിൾ അല്ലെ. സെമി സർക്കിളിലെ ആംഗിൾസ് എങ്ങനെയായിരിക്കും? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച കേട്ടോ. വേഗം പോയിട്ട് എന്ത് ചെയ്യാ, ആ വീഡിയോസ് കാണാൻ മിസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, എ ബി എന്ന് പറയുന്നത് എന്താണ്? ഡയമീറ്റർ ആണ് അല്ലെ. അപ്പൊ വലിയൊരു വൃത്തത്തെ നമ്മൾ എന്താക്കിയേക്ക? രണ്ടാക്കിയേക്കാണ് അല്ലെ. രണ്ട്, ദാ ഇതൊന്നാമത്തെ പാർട്ട്, ഇത് രണ്ടാമത്തെ പാർട്ട് അല്ലെ. അപ്പൊ ആകെ എത്രയുണ്ട്? ആകെ രണ്ട് അല്ലെ. രണ്ടില് അൺഷെയ്ഡഡ് പോർഷൻ അല്ലെ. അൺഷെയ്ഡഡ് പോർഷൻ എത്രയാണ്? ഒന്ന്. അൺഷെയ്ഡഡ് പോർഷൻ എത്രയാണ്? ഒന്നല്ലേ. സോ ആൻസർ കിട്ടി. സിമ്പിൾ അല്ലേ? ആൻസർ എന്താണ്? രണ്ടാകെ രണ്ടില് ഒരു പോർഷൻ ആണ് എന്ത്? അൺഷെയ്ഡഡ് എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇതാ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വേഗം ചാടാം. ദാ നോൺ ഷെയ്ഡഡ് റീജിയനിൽ ഡോട്ട് ഇട്ടാൽ കിട്ടാനുള്ള ചാൻസ് അല്ലേ എത്രയാണ്? 1/2 അല്ലേ. 1/2. ദാ നോക്കുക, നമുക്ക് വേറെ വലിയൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എ ബാഗ് കണ്ടെയ്ൻസ് 15 ഗ്രീൻ ആൻഡ് 25 യെല്ലോ മാംഗോസ്. ഒരു ബാഗില് നമുക്ക് എന്തുണ്ട്? 15 ഗ്രീൻ മാംഗോ അല്ലെ, പച്ച മാങ്ങയും 25 യെല്ലോ മാങ്ങ. യെല്ലോ മാങ്ങ പഴുത്ത മാങ്ങ. ഓക്കെ, ദെൻ ടേക്ക് 1 മാംഗോ ഫ്രം ദിസ്. ഒരു മാംഗോ ആ ബാഗിൽ നിന്ന് നമ്മൾ എടുക്കുവാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ യെല്ലോ മാംഗോ? യെല്ലോ മാംഗോ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഗ്രീൻ മാംഗോ അല്ലെ. ഗ്രീൻ മാംഗോ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാന്നാ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് പോവാം. നമ്മളിതാ നമ്മുടെ പേജിൽ എത്തിയിരിക്കുന്നു. ഓക്കെ, നോക്കൂ മക്കളെ, എത്ര ഗ്രീൻ മാംഗോ എത്ര യെല്ലോ മാംഗോ ഉണ്ടെന്നാ പറഞ്ഞത്? 15 ഗ്രീൻ മാംഗോയും 25 യെല്ലോ മാംഗോ അല്ലെ. 15 ഗ്രീൻ മാംഗോ ആൻഡ് 25 യെല്ലോ മാംഗോയും ആണ് നമുക്കുള്ളത്. യെല്ലോ മാംഗോയും ആണ് ഉള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ്. ആൻസർ ആണ് കേട്ടോ. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എന്താണ്? ഗ്രീൻ മാംഗോ അല്ലെ. ഗ്രീൻ മാംഗോ കിട്ടാനുള്ള പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഗ്രീൻ മാംഗോ. ഗ്രീൻ മാംഗോ കിട്ടാനുള്ള പ്രോബബിലിറ്റി. ടോട്ടൽ എത്ര മാംഗോ ഉണ്ട് മക്കളെ? 15 + 25 അല്ലേ. ടോട്ടൽ 40 അല്ലേ. ടോട്ടൽ 40 മാംഗോ ഉണ്ട് അല്ലേ. ടോട്ടൽ ആണ് എന്താ നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുന്നത്. അതില് ഗ്രീൻ മാംഗോ കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? 15 അല്ലേ. എത്രയാണ്? 15 ആണ് വരുന്നത് അല്ലേ. സോ നമ്മളിത് വെട്ടിക്കുറച്ച് വരുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 3/8 എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ എന്താണ് എത്തിച്ചേരുവാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? നമുക്ക് ബി ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് യെല്ലോ മാംഗോ അല്ലെ. യെല്ലോ മാംഗോ കിട്ടാനുള്ള പ്രോബബിലിറ്റി, പഴുത്ത മാങ്ങ കിട്ടാനുള്ള പ്രോബബിലിറ്റി അല്ലെ. സോ എഴുതുക, പ്രോബബിലിറ്റി of getting yellow mango കിട്ടാനുള്ള probability of getting yellow mango അല്ലെ. 40 യെല്ലോ എത്രയാണ് വരുന്നത്? 25 അല്ലേ. സോ മക്കളെ 40 25 ആണ് എന്ത്? യെല്ലോ കിട്ടാനുള്ള പ്രോബബിലിറ്റി വരുന്നത്. സോ നമുക്ക് എന്ത് കിട്ടും? 5/8 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, സെറ്റ് അല്ലേ. സോ ഗ്രീൻ മാംഗോ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്?
3/8 അല്ലേ. ദെൻ യെല്ലോ മാംഗോ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 5/8. 5/8 ആണ് എന്ത് യെല്ലോ മാംഗോ കിട്ടാനുള്ള പ്രോബബിലിറ്റി വരുന്നത്. സോ ഇതില് ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഏത് കിട്ടാനാണ്? ദാ ഇതല്ലേ, ഇത് കിട്ടാനാണ് എന്ത് ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി വരുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ അതാ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? In each of the problems below, compute the probability as a fraction and then write it in decimal form and as a percent. അല്ലേ, എന്താണ് ഈ compute the probability as a fraction and then write in, അതായത് നമുക്കൊരു ഫ്രാക്ഷൻ ആൻസർ ആയിട്ട് കിട്ടും. സോ അതിന്റെ എന്ത് കാണണം? ഡെസിമൽ ഫോമും പെർസെൻറ്റേജ് ഫോമിലും എഴുതണം അത്. ഓക്കെ, ഏതൊക്കെയാണ് നോക്കുക. ഇഫ് വൺ നമ്പർ ഫ്രം 1, 2, 3, etc. up to 10 is chosen, what is the probability that it is a prime number? അല്ലേ, അതായത് 1, 2, 3, etc. up to 10 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ ചൂസ് ചെയ്യുവാണെങ്കിൽ what is the probability? അതിനുള്ളിൽ പ്രൈം നമ്പർ വരാനുള്ള പ്രോബബിലിറ്റീസ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ദെൻ നമ്മുടെ ബി ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് വൺ നമ്പർ ഫ്രം 1, 2, 3, etc. up to 100 is chosen, what is the probability that it is a 2-digit number? അതായത് 1, 2, 3, etc. up to 100 വരെയുള്ള നമ്പേഴ്സ് ചൂസ് ചെയ്യുന്ന ടൈമിൽ അതിൽ 2-digit നമ്പേഴ്സ് വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. 2-digit നമ്പേഴ്സ്. അപ്പൊ ഫസ്റ്റത്തെ 1 to 10 വരെയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രൈം നമ്പേഴ്സിന് ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? 2-digit നമ്പേഴ്സ് അല്ലേ, 1 to 100 വരെയുള്ളതിൽ 2-digit നമ്പേഴ്സ് വരാനുള്ള പ്രോബബിലിറ്റി. And the last question is, every 3-digit number is written in a slip of paper and all the slips are put in a box. Okay, every 3-digit numbers ഒരു slip of paperൽ എഴുതിയിട്ട് ഒരു ബോക്സിലേക്ക് ഇട്ടിട്ടുണ്ട്. If one slip is drawn, what is the probability it is a palindrome? Palindrome അല്ലേ, പുതിയ വേർഡാണോ? ഇതിനു മുന്നേ നമ്മൾ പഠിച്ചിട്ടുള്ള വേർഡാണ് കേട്ടോ, അതായത് പ്രീവിയസ് ക്ലാസ്സുകളിൽ. ഓക്കെ, സോ മക്കളെ എന്താണ് പാലിൻഡ്രോം ആവാനുള്ള ചാൻസ്. സോ നമുക്ക് ആൻസറിലേക്ക് പോവാം, 1 by 1 ആയിട്ട് ചെയ്യാം കേട്ടോ. നോക്കൂ മക്കളെ, എന്തായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? 1, 2, 3, etc. up to 10 വരെ ആണെങ്കിൽ അതിൽ നിന്ന് പ്രൈം നമ്പർ അല്ലെ, പ്രൈം നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് അല്ലെ, പ്രോബബിലിറ്റി ഓഫ് പ്രൈം നമ്പർ. അതാണ് എന്ത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പ്രോബബിലിറ്റി ഓഫ് പ്രൈം നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി. നമ്മളെ 1 to 10 വരെയുള്ളതില് പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാ? നമ്മുടെ പ്രൈം നമ്പേഴ്സ് ഏതാ? 2, 3, 5, 7, 11 etc. up to അങ്ങനെ പോകും. അവിടെ മിസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് എന്ത് നമ്മുടെ പ്രൈം നമ്പേഴ്സ് അല്ലെ. ഇത് അങ്ങനെ അങ്ങ് പോകൂല്ലേ, 2, 3, 5, 7, 11 അങ്ങനെ അങ്ങ് പോകുന്നതാണ് എന്ത് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് എവിടെ വരെയുള്ളതാ വേണ്ടത്? 1 to 10 വരെയുള്ളത് അല്ലെ. 1 to 10 വരെയുള്ളതിൽ നോക്കുക. 1 to 10 എന്ന് പറയുമ്പോൾ 1, 2, 3 etc. up to 10 വരെയാണ് അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ടാവും? ടോട്ടൽ 10 നമ്പേഴ്സ് അല്ലെ. ടോട്ടൽ 10 നമ്പേഴ്സിൽ നമുക്ക് 10ന്റെ ഉള്ളിൽ വരെയുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെ വരും? 2 വരും, 3 വരും, 5 വരും, 7 വരും, 11 വരുമോ? 11 വന്നാൽ എന്താ 10 കഴിഞ്ഞു പോകൂല്ലേ. സോ ഇത്രയാണ് എന്ത് 1, 2, 3, 4 4 എന്ത് നമുക്ക് 1 to 10 എടുത്തു കഴിഞ്ഞാൽ പ്രൈം നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? 4/10 അല്ലെ. 4/10 ആണ് എന്ത് നമ്മുടെ പ്രോബബിലിറ്റി. എന്ത് കിട്ടാനുള്ള പ്രോബബിലിറ്റി? പ്രൈം നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഇത് മതിയോ? ഇതൊരു ഫ്രാക്ഷൻ ആണ്. നമുക്ക് എങ്ങനെ എഴുതണം? പെർസെൻറ്റേജിൽ എഴുതണം, പ്ലസ് എങ്ങനെ എഴുതണം? ഡെസിമലിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. സോ നമുക്ക് നോക്കാം, 4/10 എന്നുള്ളത് ഡെസിമൽ ഫോർമാറ്റിൽ എഴുതുക. ഡെസിമൽ ഫോർമാറ്റിൽ എഴുതുക. അപ്പോൾ 10 അല്ലേ, 1 0. സോ 0.4. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? 0.4
4. ഇനി കഴിഞ്ഞോ? നമ്മുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? ഇല്ല. നമ്മുടെ അടുത്ത് എങ്ങനെ കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്? പെർസെൻറ്റേജ് ഫോമിൽ അല്ലെ, പെർസെന്റ് ഫോമിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സോ എഴുതാം പെർസെന്റ് ഫോം. പെർസെൻറ്റേജ് ആക്കുന്ന എങ്ങനെയാ? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അതായത് നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ആൻസർ ഇൻറ്റു 100 അല്ലെ. സോ നമുക്ക് എന്ത് കിട്ടും? 40% എന്ന് കിട്ടും. എന്ത് കിട്ടും? 40% എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ ഇത്? ഓക്കെ, അതായത് നമുക്ക് ആൻസർ എങ്ങനെയാ വന്നത്? പ്രൈം നമ്പർ അല്ലെ. പ്രൈം നമ്പർ നമുക്ക് 10, ആകെ 10ൽ 4 എണ്ണാണ് എന്ത് പ്രൈം നമ്പർ ആയിട്ട് വന്നിരിക്കുന്നേ. അതിൽ നിന്നും എന്ത് നമ്മള് ഫ്രാക്ഷനിൽ നിന്ന് ഡെസിമൽ ഫോർമാറ്റിലേക്കും ദെൻ പെർസെൻറ്റേജ് ഫോർമാറ്റിലേക്കും നമ്മൾ എന്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഓക്കെ, സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബി ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ബി ക്വസ്റ്റ്യൻ എന്താണ്? 1, 2, 3 എക്സെട്ര അപ് ടു 100 ആണെങ്കിൽ 2 ഡിജിറ്റ് നമ്പർ അല്ലെ, 2 ഡിജിറ്റ് നമ്പർ വരാനുള്ള ചാൻസസ് 1, 2, 3 to 100. ബി ക്വസ്റ്റ്യൻ ആണേ. 1, 2, 3 എക്സെട്ര അപ് ടു 100 വരെ വന്നിരിക്കുവാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് 2 ഡിജിറ്റ് വരാനുള്ള ചാൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, പ്രോബബിലിറ്റി. ഓക്കെ, നമ്മുടെ ഇവിടെ 1, 2, 3, 4 എന്ന് പറയുന്നതിൽ 2 ഡിജിറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ മുതലാ? 10 മുതൽ അല്ലേ. 10 മുതലാണ് എന്ത് 2 ഡിജിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവസാനിക്കുന്നത് അപ്പൊ എവിടെയാണ്? 100 എന്ന് പറയുമ്പോൾ 3 ഡിജിറ്റ് ആയില്ലേ. അവസാനിക്കുന്ന എവിടെയാണ്? 99 അല്ലേ. സോ നമുക്ക് നോക്കാം. സോ 99 മൈനസ് 10 തുടങ്ങും അല്ലേ. അതായത് മക്കളെ ഇതാ നമ്മുടെ 10, 11, 12, 13 അങ്ങനെ 2 ഡിജിറ്റ് പോയിട്ട് എവിടെ അവസാനിക്കും? 99 അവസാനിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ ഈ 99 നിന്നും 10 മൈനസ് ചെയ്ത എത്ര ഡിജിറ്റ് നമ്പർ ഉണ്ടെന്ന് കിട്ടിയില്ലേ നമുക്ക്. സോ ഇത് എത്ര വരും? 9, 89 അല്ലെ. പ്ലസ് 1 ചെയ്യാം, അതല്ലേ നമ്മുടെ ഇക്വേഷൻ. അപ്പൊ 90. എത്ര നമ്പേഴ്സ് ഉണ്ട് മക്കളെ? എത്ര നമ്പേഴ്സ് ഉണ്ട്? 2 ഡിജിറ്റ് നമ്പർ 90 2 ഡിജിറ്റ് നമ്പർ ഉണ്ട്. 90 2 ഡിജിറ്റ് നമ്പർ ആണ് എന്ത് നമുക്ക് ഉള്ളത്. ഓക്കെ, 90. സോ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഈക്വൽ ടു 90. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 90 ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതണം? പ്രോബബിലിറ്റി 90 ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതണം? ഡെസിമൽ ഫോമിലും പെർസെൻറ്റേജ് ഫോമിലും എഴുതണം അല്ലെ. സോ മക്കളെ ആകെ ഉള്ളതിൽ ആകെ 100 ആണ്. സോ അതില് 90 ആണ് വന്നിരിക്കുന്നത്. ആകെ ഉള്ളതിൽ 90% അല്ലെ. സോ നോക്കുക, ഇതും കട്ട് ചെയ്ത് പോവും. സോ 0.9 കിട്ടും. എന്ത് കിട്ടും? 0.9. ഇതാണ് എന്ത് ഡെസിമൽ ഫോർമാറ്റ് അല്ലേ. ഡെസിമൽ ഫോം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതണം? പെർസെന്റ് ഫോമിൽ എഴുതണം. പെർസെന്റ് ഫോം അല്ലെ. പെർസെൻറ്റേജ് ഫോം, അതായത് നമുക്ക് 100 വെച്ചിട്ട് ഇൻറ്റു ചെയ്യാം അല്ലെ. 0.9 ഇൻറ്റു 100. സോ നമുക്ക് എന്ത് കിട്ടും? 90% എന്ന് കിട്ടും. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? അപ്പൊ നമ്മള് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 101 അല്ലെ. 101, 102 എക്സെട്ര അപ് ടു എന്താണ് ഇങ്ങനെയാ അങ്ങ് പോകുന്ന ഫോർമാറ്റിൽ, അതായത് എവിടം വരെ 999 വരെയും വരുന്നുണ്ട് അല്ലെ. സോ അതില് പാലിൻഡ്രോം ആവാനുള്ള ചാൻസ് എന്താണ്? പാലിൻഡ്രോം. എന്താണ് മക്കളെ പാലിൻഡ്രോം? വാട്ട് ഈസ് പാലിൻഡ്രോം? പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും നമുക്ക് എന്ത് കിട്ടണം? ആ സെയിം സാധനം തന്നെ കിട്ടണം. അതായത് ABA എന്ന് എഴുതുകയാണ് അല്ലെ. ABA തിരിച്ചെഴുതി നോക്കുക, നമുക്ക് എന്ത് തന്നെ കിട്ടുന്നേ? ABA തന്നെയല്ലേ കിട്ടുന്നേ. സോ അതാണ് എന്ത് പാലിൻഡ്രോം എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ 1 എന്ന് എഴുതി, സോ തിരിച്ചെഴുതിയാലും നമുക്ക് എന്ത് തന്നെയാ കിട്ടുന്നത്? 1 തന്നെയാ കിട്ടുന്നേ. ഓക്കെ, സോ അതാണ് എന്ത് പാലിൻഡ്രോം എന്ന് പറയുന്നത്. സോ നമുക്ക് 100 വേറെ ഇതിൽ എഴുതാം. 100, 101, 102 എക്സെട്ര അപ് ടു അങ്ങനെ അങ്ങ് പോകുന്ന
പാറ്റേൺ അല്ലേ. സോ ഇതിൽ എന്താണ് പാലിൻഡ്രോം അല്ലേ. പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ ABA അല്ലേ. ഇത് തിരിച്ചെഴുതിയാൽ നമുക്ക് എന്ത് തന്നെയാ കിട്ടുക, ABA തന്നെയാ കിട്ടുക. ഓക്കെ, അപ്പൊ ABA എന്ന് തന്നെ എഴുതുക എന്താണ് പാലിൻഡ്രോം അല്ലെ. തിരിച്ചെഴുതിയാലും നമുക്ക് എന്ത് തന്നെ കിട്ടുക, അത് തന്നെയാണ് കിട്ടുക. സോ ആ ടൈപ്പ് ഓഫ് ഇതാണ് എന്ത് പാലിൻഡ്രോം എന്ന് പറയുന്നത്. ദെൻ പിന്നെ നോക്കുക 101 അല്ലെ. 101 തിരിച്ചെഴുതിയാലും നമുക്ക് എന്താ കിട്ടുള്ളൂ, 101 തന്നെ കിട്ടുള്ളൂ. ദെൻ 111 തിരിച്ചെഴുതിയാൽ എന്ത് തന്നെയാണ് 111 തന്നെയാ കിട്ടുക. ദെൻ 121 അല്ലെ. 121 തിരിച്ചെഴുതിയാൽ എന്ത് തന്നെയാണ് 121. സോ ഈ ഒരു കേസസ് ആണ് എന്ത് പാലിൻഡ്രോം എന്ന് പറയുന്നത്. അതായത് ഒരു ഇത് എഴുതിയാൽ നമുക്ക് തിരിച്ചെഴുതിയാലും അത് തന്നെ കിട്ടണം. ഓക്കെ, സെറ്റ് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ നോക്കുക ഈ ഒരു ഇതില്, അതായത് 100 മുതൽ 999 വരെ വരുന്ന ഇതില് എത്ര 3 ഡിജിറ്റ് പാലിൻഡ്രോംസ് ഉണ്ടാവുന്ന ഇതേപോലെ അല്ലെ. 101 അതാ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, എത്ര 3 ഡിജിറ്റ് ഉണ്ടാവുന്ന 3 ഡിജിറ്റ് പാലിൻഡ്രോം, 3 ഡിജിറ്റ് പാലിൻഡ്രോം. എത്ര ഉണ്ടാവും 90 എണ്ണം കേട്ടോ. എത്ര എണ്ണം ഉണ്ടാവും 90 എണ്ണം. ഇനി ടോട്ടൽ എത്ര ഉണ്ടാവും എന്ന് കാണണ്ടേ. ടോട്ടൽ എത്രയാ, ദാ ഈ കിടക്കുന്ന ഇതിൽ നിന്നും 100 മൈനസ് ചെയ്ത് +1 ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ കിട്ടില്ലേ. സോ അപ്പൊ നോക്കുക 999 മൈനസ് 100 അല്ലേ. സോ അപ്പൊ 998 അല്ലേ. ഇതിന്റെ ഒപ്പം 1 ആഡ് ചെയ്യുക. ഓക്കെ, സോ 900 കിട്ടും. എത്ര കിട്ടും 900. ഓക്കെ, സോ അപ്പോ ടോട്ടൽ 900. ദെൻ നമുക്ക് പാലിൻഡ്രോം ആവാനുള്ള 3 ഡിജിറ്റിന്റെ പ്രോബബിലിറ്റി എത്ര വരുന്നത് 90 അല്ലേ. സോ അപ്പൊ എങ്ങനെ വരും പ്രോബബിലിറ്റി ഈക്വൽ ടു ഇങ്ങനെ വരും അല്ലേ. ഇതല്ലേ പ്രോബബിലിറ്റി എന്ന് പറയുന്നേ. സോ ഇതും കട്ടായി പോവും. സോ നമുക്ക് എന്ത് കിട്ടും 1/10 അല്ലേ. 1/10. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ, ഇത്രയും സെറ്റ് അല്ലേ. ഓക്കെ, സെറ്റ് അല്ലേ. ഇനി നമുക്ക് ഇങ്ങനെയാണോ വേണ്ടത് ഫ്രാക്ഷനിലാണോ വേണ്ടത്, നമുക്ക് എങ്ങനെ വേണം, ഡെസിമൽ ആൻഡ് പെർസെൻറ്റേജ് ഫോമാറ്റിൽ വേണം അല്ലെ. പെർസെന്റ് ഫോമാറ്റിൽ വേണം. സോ ഡെസിമൽ ഫോർമാറ്റിൽ എങ്ങനെ എഴുതും, ഡെസിമൽ എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് അല്ലേ. സോ 0.1%. 0.1% ആണ് നമുക്ക് വരിക. ഓക്കെ, ഇനി ഡെസിമൽ മാത്രം മതിയോ, ഡെസിമൽ മാത്രമല്ല നമുക്ക് എങ്ങനെ എഴുതണം, പെർസെൻറ്റേജ് ഫോമാറ്റ് അല്ലെ. പെർസെൻറ്റേജ് ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ വരും 0.1 into 100 എന്ന് പറയുമ്പോൾ നമുക്ക് 10% വരും. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ, ഇത്രയും സെറ്റ് അല്ലേ. ഓക്കെ, ഇതാണ് എന്ത് നമ്മുടെ പാലിൻഡ്രോം വെച്ചിട്ട് വരുന്ന ഒരു പ്രോബ്ലം. ഓക്കെ, ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം എന്തായാലും നമുക്ക് ചോദിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ എന്താ പാലിൻഡ്രോം ബേസ് ചെയ്ത്, അതല്ലെങ്കിൽ എങ്ങനെ പ്രൈം നമ്പർ വരുന്നത്, ഒരു സെറ്റ് ഓഫ് സീക്വൻസ് തന്നിട്ട്, ഓക്കെ, അതല്ലെങ്കിൽ ഇവൻ നമ്പേഴ്സ് വരുന്നത്, ഓഡ് നമ്പേഴ്സ് വരുന്നത്. ഓക്കെ, സോ എന്ത് ചെയ്യുക, എല്ലാവരും ഈ ഒരു സെറ്റ് ഓഫ് പ്രോബ്ലം വളരെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക, പ്ലസ് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ മക്കളെ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. സോ ഇത് നമ്മൾ എല്ലാ ആൻസറും കണ്ടുപിടിച്ചില്ലേ, എല്ലാത്തിന്റെ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നോക്കുക, അടുത്തതാണ് എന്ത്, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുന്നേ. നമ്മളെ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്തായിരുന്നു, പ്രോബബിലിറ്റി അല്ലേ. പ്രോബബിലിറ്റി എന്ന് പറയുന്നതായിരുന്നു ഫസ്റ്റ് ടോപ്പിക്. ദെൻ ദ സെക്കൻഡ് ടോപ്പിക് ഈസ് ജോമെട്രിക്കൽ പ്രോബബിലിറ്റി. ഓക്കെ, സോ നോക്കുക, ജോമെട്രിക്കൽ പ്രോബബിലിറ്റി ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യനിലൂടെ തന്നെ പഠിക്കാം. എങ്ങനെയാണ്, ഇൻ ഈച്ച് പിക്ചർ ബിലോ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഗ്രീൻ റീജിയൻ ഇൻസൈഡ് ദി യെല്ലോ വൺ ഈസ് ഗിവൺ. ഓക്കെ, in each find the probability that a dot put in the picture without looking
falls within the green region. First sub question എന്താണ്? The square got by joining the midpoint of a larger square. Second, the triangle got by joining alternate vertices of a regular hexagon. Okay. Third question now, the regular hexagon formed between two equilateral triangle. Then fourth one is a square drawn with vertices on a circle. Okay. So ഈ 4 cases ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Okay. ദാ മക്കളെ നോക്കുക, ജോമെട്രിക്കൽ പ്രോബബിലിറ്റി. എന്താണ് ജോമെട്രിക്കൽ പ്രോബബിലിറ്റി? ഇതാ നമുക്കിവിടെ ഒരു സ്ക്വയർ തന്നിട്ടുണ്ട് അല്ലെ, സ്ക്വയർ തന്നിട്ടുണ്ട്. സ്ക്വയർ ആണോ ഫസ്റ്റ് കേസ്? സ്ക്വയർ ആണോ? അതെ സ്ക്വയർ ആണ് കേട്ടോ, ഫസ്റ്റ് കേസ് സ്ക്വയർ ആണ്. ഇതാ കണ്ടോ, ഇതാ ഇവിടെ ഒരു ഷെയ്ഡഡ് റീജിയൻ ഉണ്ട് അല്ലെ. എന്തുണ്ട്? ഷെയ്ഡഡ് റീജിയൻ ഉണ്ട്. സോ നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നേ? പ്രോബബിലിറ്റിയാ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? പ്രോബബിലിറ്റി അല്ലെ, ഈ ഷെയ്ഡഡ് റീജിയന്റെ പ്രോബബിലിറ്റി. സോ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതാ നോക്കുക, ഇതാ ഇതിങ്ങനെ നമ്മള് വരയ്ക്കുവാണ് അല്ലെ. നമുക്ക് ഇതാ ഇതിങ്ങനെ വരച്ചൂടെ? ഇതാ ഇത് 2 എണ്ണം. ഓക്കെ, സെറ്റ് അല്ലേ? ഇതെങ്ങനെ നമ്മള് വരച്ചു. സോ ഇപ്പൊ ഇവിടെ നോക്കുക, എത്ര ട്രയാങ്കിൾസ് ഇവിടെ ഫോം ചെയ്തു? ടോട്ടൽ 1 2 3 4 5 6 7 8 അല്ലേ, 8. സോ പ്രോബബിലിറ്റി ഈക്വൽ ടു 8. പ്രോബബിലിറ്റി ഈക്വൽ ടു 8ല്, ടോട്ടൽ 8ല് എത്ര ട്രയാങ്കിളാ? 1 2 3 4 അല്ലെ, 4 ഷെയ്ഡഡ് പോർഷൻസ് വരുന്നത്. സോ 4/8 അല്ലെ. സോ ഇതാണ് എന്താ ഇതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റിലെ മക്കളെ? ഇത് നമുക്ക് ഒന്നും കൂടെ വേണമെങ്കിൽ ചെറുതാക്കാം. എന്ത് വരും? 1/2 വരും. ഓക്കെ, 1/2. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാ നോക്കുക, ഇതാ ഇങ്ങനെ ഒരു റീജിയനാ തന്നിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ? ഈ സെന്റർ അല്ലെ, ഈ സെന്റർ പാർട്ടിൽ നിന്നും ഇതാ ഇതിങ്ങനെ വരയ്ക്കുക. ഓക്കെ, സെന്റർ പാർട്ടിൽ നിന്നും ഇതാ ഇങ്ങനെ വരയ്ക്കുക. അപ്പൊ ടോട്ടൽ എത്രയാണ്? 1 2 3 4 5 6 അല്ലെ. ടോട്ടൽ പ്രോബബിലിറ്റി ടോട്ടൽ 6. എത്ര ഷെയ്ഡഡ് പോർഷൻസ് വന്നിട്ടുണ്ട്? 1 2 3 അല്ലെ, 3 ഷെയ്ഡഡ് പോർഷൻസ് വന്നിട്ടുണ്ട്. സോ 1/2. എന്താണ് പ്രോബബിലിറ്റി വരുന്നത്? 1/2 ആണ്. ഓക്കെ, സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാ കണ്ടോ, ഒരു സ്റ്റാർ അല്ലേ, ഒരു ത്രികോണം അതല്ലേ, ഒരു ട്രയാങ്കിള് ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഒരു ട്രയാങ്കിൾ എന്ത് ചെയ്തിരിക്കുന്നു? അതിന് മീതെ വെച്ചിരിക്കുന്നു. ഓക്കെ, നമ്മുടെ സ്റ്റാർ അല്ലേ, സ്റ്റാർ. ഓക്കെ, നോക്കുക, ഈ ഷെയ്ഡഡ് പോർഷൻ ആണ് നമുക്ക് വേണ്ടത് അല്ലെ, ഷെയ്ഡഡ് പോർഷൻ ആണ് വേണ്ടത്. സോ എന്ത് ചെയ്യാം? ഇതാ ഇവിടെ നിന്ന് ഇതിങ്ങനെ വരയ്ക്കുക, ഇവിടെ നിന്ന് ഇങ്ങനെ, ഇവിടെ നിന്ന് ഇങ്ങനെ അല്ലെ. സോ നമുക്ക് എത്ര പോർഷൻ കിട്ടിയിട്ടുണ്ട്? 1 2 3 4 5 6 അല്ലെ. 1 2 3 4 5 6 കിട്ടിയിട്ടുണ്ട്. ദെൻ ഇവിടെ ഷെയ്ഡഡ് റീജിയനോ 1 2 3 4 5 6. സോ ടോട്ടൽ 12 6 അല്ലേ. 12/6 ആണ്, സോറി 6/12 അല്ലേ. ടോട്ടല് താഴെ അല്ലേ, ഡിനോമിനേറ്ററിൽ ടോട്ടലും ദെൻ ന്യൂമറേറ്ററിലാണ് എന്ത് നമുക്ക് ഏത് പോർഷനാണ് കണ്ടുപിടിക്കേണ്ടത് അത് വരുന്നത്. ഓക്കെ അല്ലേ. സോ നമുക്ക് എന്താ ആൻസർ കിട്ടും? 1/2 എന്ന് വരും. ഓക്കെ, 1/2. ദെൻ നെക്സ്റ്റ് നോക്കുക. നെക്സ്റ്റ് എന്താണ്? ഒരു സർക്കിൾ പ്ലസ് അതിൻ്റെ അകത്ത് എന്താണ് വന്നിരിക്കുന്നത്? സ്ക്വയർ അല്ലേ. എന്താണ്? സ്ക്വയർ. സോ ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇതാ നോക്കുക, ദാ ഇവിടെന്ന് ദാ ഇങ്ങനെ സ്ക്വയറിന്റെ വരച്ച ഇതെന്താണ്? സ്ക്വയറിന്റെ ഇതെന്താണ്? ഡി അല്ലേ, ഡയമീറ്റർ. എന്താണ്? ഡി, ഡയമീറ്റർ. ഓക്കെ, ഡി ഡയമീറ്റർ. ഓക്കെ, ഡി ഡയമീറ്റർ. ദാ ഇവിടെ നോക്കുക, ഇതല്ലേ ഈ സെന്റർ പാർട്ടീഷനിൽ നിന്ന്, അതായത് സെന്റർ പോയിന്റിൽ നിന്നും ഇങ്ങോട്ടുള്ള ഈ ലെങ്ത്തും ഇങ്ങോട്ടുള്ള ഈ ലെങ്ത്തും എന്താണ്? റേഡിയസ് ആണ് അല്ലേ. സർക്കിളിന്റെ റേഡിയസ് ആണ് അല്ലെ 6. അതായത്
എന്ത് ഡയമീറ്ററിന്റെ പകുതി അല്ലെ, d/2 എന്ന് പറയാം നമുക്ക്. എന്താണ് d/2. ഓക്കെ, d/2. സോ ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? probability equal to area of the circle. area of the circle അല്ലെ, then area of square. സ്ക്വയറിന്റെ പോർഷൻ അല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? സോ അത് മോളിൽ അല്ലേ. ദെൻ ഏരിയ ഓഫ് സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം അല്ലേ. സോ നമുക്ക് എന്താ, നമ്മൾ ഡയമീറ്ററും റേഡിയസും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏരിയ ഓഫ് സർക്കിൾ എന്താണ്? πr² അല്ലേ. എന്താണ്? πr² അല്ലേ. r നമുക്ക് കിട്ടിയല്ലേ. r എന്താണ്? d/2 ആണ് അല്ലേ. r എന്ന് പറയുന്നത് d/2 ആണ്. സോ π × d/2² എന്ന് വരും. ഓക്കെ, π × d/2² എന്ന് വരും. സോ π × d-ന്റെ സ്ക്വയർ d², 2-ന്റെ സ്ക്വയർ 4 എന്ന് വരും. d²/4 എന്ന് വരും. ഓക്കെ, സെറ്റ് അല്ലേ? d²/4. ഇതാണ് എന്ത്, നമ്മുടെ സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കണം അല്ലെ. സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കണം. സോ മിസ് ഇതൊന്ന് ചെറുതാക്കിക്കോട്ടെ. സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കണം. സ്ക്വയറിന്റെ അല്ലെ, കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, സ്ക്വയറിന്റെ ഏരിയ ഓഫ് ദി സ്ക്വയർ അല്ലെ. ഏരിയ ഓഫ് ദി സ്ക്വയർ ഈക്വൽ ടു എന്താണ്? a² അല്ലേ. a² എല്ലാ സൈഡ് ഈക്വൽ അല്ലേ, a² അല്ലേ. സോ ഇവിടെ നോക്കുക, ദാ ഇതൊരു ട്രയാങ്കിൾ അല്ലേ. ഇതെന്താണ്? ട്രയാങ്കിൾ. വെറും ട്രയാങ്കിൾ ആണോ? ഇറ്റ് ഈസ് റൈറ്റ് ട്രയാങ്കിൾ അല്ലേ. മട്ടത്രികോണമാണ്, റൈറ്റ് ട്രയാങ്കിൾ. സോ ഇതെന്താണ്? 90 ഡിഗ്രി ആണ് അല്ലേ. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, വിശദമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെ? ട്രിഗണോമെട്രിയിൽ അല്ലേ. ട്രിഗണോമെട്രിയിൽ നമ്മൾ വിശദമായി പഠിച്ചിട്ടുണ്ട്. ദാ ഈ ഒരു ട്രയാങ്കിളിന്റെ അല്ലെ, മിസ് ഇവിടെ എടുത്ത് വരയ്ക്കാം. ദാ ഇങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ തന്നിട്ടുണ്ടെങ്കിൽ, കാണുന്നുണ്ടോ മിസ്സിനെ? ഓക്കെ, ഒരു റൈറ്റ് ട്രയാങ്കിൾ തന്നിട്ടുണ്ടെങ്കിൽ ദാ ഈ സൈഡ് 1 ആണെങ്കിൽ ദാ നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് അല്ലെ, കർണം എന്ന് പറയുന്നത് എത്രയായിരിക്കും? √2 ആയിരിക്കും. നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ് അല്ലെ, വലിയൊരു ടേബിളൊക്കെ വെച്ചിട്ട് പഠിച്ചതാണ് അല്ലെ. 1 √2 അല്ലെ, 1 √2. ദാ നമുക്ക് ഇവിടെ ഈ ഒരു സൈഡ് കിട്ടിയിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കാണേണ്ടത്? സൈഡാണ് കാണേണ്ടത് അല്ലേ, സൈഡാണ് കാണേണ്ടത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇതാവുമ്പോൾ അതിന്റെ ഇരട്ടിയിൽ √2. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിവിഷൻ അല്ലേ. മനസ്സിലായോ? അതായത് നമുക്കിവിടെ വശമാണ് കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിവിഷൻ ചെയ്താൽ മതി. സോ എങ്ങനെ വരും ഇവിടെ? ഇതെങ്ങനെ വരും? d/√2 അല്ലെ, d/√2 എന്ന് വരും. ഇത് ഓക്കെ അല്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ് കേട്ടോ ഇത്. ഓക്കെ, d/√2 എന്ന് വരും. a² അല്ലെ, a² ഒരു സൈഡ് നമുക്ക് കിട്ടി. അപ്പോ d/√2². സോ നോക്കുക, d² എന്ന് പറയുമ്പോൾ d² അല്ലെ, d²/√2² അല്ലെ. √2² എന്ന് പറഞ്ഞാൽ √2 × √2. അപ്പൊ എന്താ ആൻസർ വരും? 2 വരും. d²/2 എന്ന് വരും. എന്ത് വരും? d²/2 എന്നാണ് എന്താ നമുക്ക് ഏരിയ കിട്ടുന്നത് അല്ലെ, ഏരിയ ഓഫ് സ്ക്വയർ കിട്ടുന്നത്. ഇനി നോക്കുക d²/2. ഇനി നോക്കുക പ്രോബബിലിറ്റി എങ്ങനെ കാണുന്നത്? ഏരിയ ഓഫ് സ്ക്വയർ divided by area of the circle അല്ലെ, area of square divided by area of the circle. So ഇതൊന്ന് ചെറുതാക്കിക്കോട്ടെ. area of square divided by area of circle. മിസ് ഇവിടെ എഴുതാട്ടോ. ഞാൻ നോക്കുക, പ്രോബബിലിറ്റി അല്ലേ, പ്രോബബിലിറ്റി
ഈക്വൽ ടു, കാണുന്നുണ്ടോ? പ്രോബബിലിറ്റി ഈക്വൽ ടു ഏരിയ ഓഫ് സ്ക്വയർ അല്ലേ? ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് ഏതാണ്? ഡി സ്ക്വയർ ബൈ 2. ഡി സ്ക്വയർ ബൈ 2 ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദി സർക്കിൾ. സർക്കിളിന്റെ ഏരിയ എത്രയാണ്? പൈ ഇൻറ്റു ഡി സ്ക്വയർ ബൈ 4. പൈ ഇൻറ്റു ഡി സ്ക്വയർ ബൈ 4 ആണ് വരുന്നത്. സോ നോക്കാം മക്കളെ, ഇത് നമുക്ക് മുകളിലേക്ക് കൊടുത്തൂടെ? ഓക്കെ, എന്താ ഡിവിഷൻ ആയി, സോറി മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതാം അല്ലെ? സോ എങ്ങനെ വരും? ഡി സ്ക്വയർ ബൈ 2, ഡി സ്ക്വയർ ബൈ 2 എന്ത് വരും? പൈ 4 മുകളിലേക്ക് പോകും അല്ലേ? ഓക്കെ, നോക്കാം. ഡി സ്ക്വയർ ബൈ 2 ഇൻറ്റു ഈ 4നെ നമുക്ക് മുകളിലേക്ക് കൊടുക്കുക അല്ലെ? അപ്പൊ 4 ഡിവൈഡഡ് ബൈ എന്ത് വരും? ബാക്കി ഇവിടെ എന്താ ഉള്ളത്? പൈ ഡി സ്ക്വയർ അല്ലേ? പൈ ഡി സ്ക്വയർ ആണുള്ളത്. സോ ഈ ഡി സ്ക്വയറും ക്യാൻസൽ ആയി പോവും. 4ഉം 2ഉം എന്ത് വരും? 2 വരും അല്ലേ? സോ നമ്മുടെ ആൻസർ എന്താണ്? 2 പൈ. എന്താണ് ആൻസർ? 2 പൈ ആണ് എന്ത് ആൻസർ കിട്ടുന്നത്. 2 ബൈ പൈ കേട്ടോ. 2 ബൈ പൈ, ബൈ ഡിവിഷൻ അല്ലേ ഇവിടെ? 2 ബൈ പൈ, 2 ബൈ പൈ ഡിവിഷൻ അല്ലേ? 2 ബൈ പൈ ആണ് എന്ത് നമ്മുടെ ആൻസർ വരുന്നത്, പ്രോബബിലിറ്റി. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ പ്രോബബിലിറ്റി എത്രയാണ്? 2 ബൈ പൈ. എന്താണ്? 2 ബൈ പൈ ആണ് എന്ത് പ്രോബബിലിറ്റി വരുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുന്നതാണ്. ഈ ക്രിസ്മസ് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ ഇത്. ഓക്കെ, സിമ്പിൾ അല്ലേ? സർക്കിളിന്റെ ഏരിയ എങ്ങനെ കാണുന്നത്, സ്ക്വയറിന്റെ ഏരിയ എങ്ങനെ കാണുന്നതെന്ന് പഠിച്ചു വെച്ചാൽ എന്ത് ചെയ്യാം? നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതാ നോക്കുക, അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ ചാടിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക്ക് ദാ നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് എത്താ. പെയേഴ്സ്. അതാണ് എന്ത് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്, പെയേഴ്സ്. ഇതാ നോക്കുക, പെയേഴ്സ് അല്ലെ? ഇതാ ഇവിടെ ഒരു നോട്ട് കണ്ടോ? ഏതാണ്? 1, 2, 3, 4, 1, 2 എന്നുള്ള നോട്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നോട്ട്സ്. ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പെയേഴ്സ് മേക്ക് ചെയ്യാൻ പറ്റുന്ന, എങ്ങനെ എത്ര പെയേഴ്സ് മേക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതാ കണ്ടോ, 1 2 3 4 1 2 എന്ന് പറയുന്ന നോട്ട്സ് തന്നിക്കുവാണ്. ഇത് വെച്ചിട്ട് നമുക്ക് എത്ര പെയേഴ്സിനെ മേക്ക് ചെയ്യാൻ പറ്റും നോക്കാം. ദാ ഈ 1 1 വെച്ചിട്ട് നമുക്ക് ഒരു പെയർ ഉണ്ടാക്കാം അല്ലെ? 1,1 അല്ലെ? ദെൻ 1ഉം 2ഉം വെച്ചിട്ട് നമുക്ക് അനദർ പെയർ ഉണ്ടാക്കാം അല്ലെ? സോ 1,2. ദെൻ 2ഉം 1ഉം വെച്ചിട്ട് അല്ലെ? 2,1. 2ഉം 2ഉം വെച്ചിട്ട് അല്ലെ? 2,2. ദെൻ 3യും 1ഉം വെച്ചിട്ട് ഒരു പെയർ ആക്കാം അല്ലെ? 3,1 അല്ലെ? ദെൻ ഈ 3യും 2ഉം വെച്ചിട്ട് നമുക്ക് ഒരു പെയർ ഉണ്ടാക്കാം. അപ്പൊ 3,2 എന്ന് വരും. ദെൻ 4ഉം 1ഉം വെച്ചിട്ട് നമുക്ക് ഒരു പെയർ ഉണ്ടാക്കാം. 4,1 എന്ന് വരും. 4ഉം 2ഉം വെച്ചിട്ട് നമുക്ക് ഒരു പെയർ ഉണ്ടാക്കാം. സോ 4,2 എന്ന് വരും. ഓക്കെ, അപ്പൊ എത്ര സെറ്റ് ഓഫ് പെയേഴ്സ് നമുക്ക് കിട്ടി? 1 2 3 4 5 6 7 8 അല്ലേ? എത്ര സെറ്റ് ഓഫ് പെയർ കിട്ടി? 8 പെയേഴ്സിനെയാണ് നമുക്ക് ഈ ഒരു ഇതില് ഫോം ചെയ്യാൻ പറ്റിയത്. ഇത് ഇങ്ങനെ എഴുതാം, അതല്ലെങ്കിൽ എത്ര പെയർ കിട്ടും നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എന്താ 1 2 3 4 അല്ലെ? 4ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ 4 ഇൻറ്റു ദാ ഇവിടെയോ 2 അല്ലേ? അപ്പോ 8. സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ? എത്ര പെയർ കിട്ടുമെന്ന് വെച്ചാൽ നമുക്ക് 8 പെയർ എന്ന് എഴുതാം. ബട്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതേണ്ടി വരും അല്ലേ? ഓക്കെ, സെറ്റ് അല്ലേ? ഇത് സെറ്റ് അല്ലേ? ഇനി ഇതാ ഇവിടെ നോക്കുക, ഇവിടെ ഓരോ ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ബോത്ത് ഓഡ് നമ്പർ. ഇതില് രണ്ടും ഓഡ് നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടും ഓഡ് നമ്പർ അല്ലെ? രണ്ടും ഒറ്റ സംഖ്യ ആവാനുള്ള പ്രോബബിലിറ്റി. സോ മിസ് ഇവിടെ എഴുതാം, രണ്ടും ഓഡ് നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാ ഇവിടെ നോക്കുക, ദ 1 1 ഇതൊരെണ്ണം അല്ലേ? ഇത് ഓടാണ്. രണ്ടും ഇത് ഓടാണോ? അല്ല. ദാ ഇത് ഓടാണ് അല്ലേ? 1 2. ഇത് ഓടാണോ? അല്ല. ഇതല്ല, 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 ഇതല്ല. സോ എത്രയാ വരുന്നത് പ്രോബബിലിറ്റി?
2 2ആണ് പ്രോബബിലിറ്റി വന്നിരിക്കുന്നത്. സോ ടോട്ടൽ 8 8/2 ആണ് പ്രോബബിലിറ്റി വരുന്നത് അല്ലേ. സോ എന്ത് വരും നമുക്ക് 1/4 ആണ് എന്ത് നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ, സെറ്റ് അല്ലേ. ഇനി അടുത്തത് ബോത്ത് ഈവൻ നമ്പർ, രണ്ടും ഈവൻ നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി, രണ്ടും ഈവൻ നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി. മക്കളെ ഈ പെയേഴ്സ് എന്നൊക്കെ പറയുന്നതിൽ നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു ടോപ്പിക്കിലെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക, മോർ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ എന്താ ചോദിച്ചിരിക്കുന്നത്, ബോത്ത് ഈവൻ നമ്പർ, രണ്ടും ഈവൻ നമ്പർ ആവാൻ, ഇരട്ട സംഖ്യ ആവാനുള്ള പ്രോബബിലിറ്റിയെ ചോദിച്ചിരിക്കുന്നത്. രണ്ടും ഇരട്ട സംഖ്യ 1 അല്ലേ, 1 2, അതും എന്ത് തന്നെയാണ്, 2 എണ്ണേ വരുന്നുള്ളൂ അല്ലേ. അപ്പൊ 2/8 അല്ലേ, 2/8. സോ നമുക്ക് 1/4 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, സെറ്റ് അല്ലേ. ഇനി നമ്മുടെ സി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതൊന്ന് മിസ് കയറ്റി വെച്ചോട്ടെ. ഓക്കെ, സെറ്റ് അല്ലേ. ഇനിയാണ് എന്ത് നമ്മുടെ സി ക്വസ്റ്റ്യൻ വരുന്നത്. എന്താണ് സി ക്വസ്റ്റ്യൻ അല്ലെ. സി ക്വസ്റ്റ്യൻ എന്താണ്, 1 ഓഡ് ആൻഡ് ഈവൻ, ഒരെണ്ണം ഓടും ഒരെണ്ണം ഈവൻ നമ്പറും ആവാനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരെണ്ണം ഓടും ഒരെണ്ണം ഈവൻ നമ്പറും അല്ലെ. സോ ഇത് രണ്ടും എന്താണ്, ഓടാണ്. ഇവിടെ അല്ലെ 1, ഒരെണ്ണം ഓടും ഒരെണ്ണം ഈവൻ ആണ്. ഇവിടെ ഒരെണ്ണം ഓടും ഒരെണ്ണം ഈവനും ആണ്. ഇവിടെ 3, 4 അല്ലേ, 4 എണ്ണം വരുന്നുണ്ട്. 4 അല്ലേ, 4/8 അല്ലേ. സോ നമുക്ക് എന്ത് കിട്ടും, 1/2 ആണ് എന്ത്, ഒരെണ്ണോടും ഒരെണ്ണം ഈവനും ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇത്രയാണ് മക്കളെ, 1/2 അല്ലെ, 1/2 ആണ് ഒരെണ്ണോടും ഒരെണ്ണം ഈവനും ആവാനുള്ള പ്രോബബിലിറ്റി വരുന്നത്. ദെൻ ഡി ക്വസ്റ്റ്യൻ, എന്താണ് ഡി ക്വസ്റ്റ്യൻ വരുന്നത്. ഡി ക്വസ്റ്റ്യൻ എന്താ മിസ് ഇവിടെയാണ് എഴുതുന്നത്. ഡി ക്വസ്റ്റ്യൻ എന്താണ്, ബോത്ത് സെയിം, രണ്ടും സെയിം ആയിട്ടുള്ളത് ഏതാ വരുന്നത്, രണ്ടും സെയിം ആയിട്ടുള്ള പ്രോബബിലിറ്റി എത്രയാന്ന്. രണ്ടും സെയിം ആയിട്ടുള്ളത് ഇതൊരെണ്ണം അല്ലേ, പിന്നെയോ ഇതൊരെണ്ണം, 2 എണ്ണയല്ലേ വരുന്നുള്ളൂ. സോ എന്താണ് പ്രോബബിലിറ്റി, 2/8 ആണ് പ്രോബബിലിറ്റി അല്ലേ, 2/8. സോ നമുക്ക് എന്ത് കിട്ടും, 1/4 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, സെറ്റ് അല്ലേ, ഇത് ഓക്കെ അല്ലേ. ഈ ഒരു പോർഷനിൽ നിന്നും ഉറപ്പ്, ഈ ചാപ്റ്ററിൽ നിന്ന് ആകെ ഈ ഒരു പോർഷൻ ആണ് എന്ത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മോർ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പാകത്തിനുള്ള ടോപ്പിക്. ഓക്കെ, സോ ഇത് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് പഠിച്ച് വെക്കുക. ഓക്കെ, ആകെ 2-3 ടോപ്പിക്സ് ഒക്കെ അല്ലേ ഉള്ളൂ നമുക്ക് ഇതിൽ പഠിക്കുക. എന്താണ് പ്രോബബിലിറ്റി, ദെൻ ജോമെട്രിക്കൽ പ്രോബബിലിറ്റി, പിന്നെന്താണ് പെയേഴ്സ് കണ്ടുപിടിക്കാനും പ്രോബബിലിറ്റി. ഓക്കെ, സെറ്റ് അല്ലേ ഈ പോർഷൻ. ഓക്കെ, സോ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ എല്ലാവരും എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് എല്ലാ വീഡിയോസും കണ്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതി പഠിക്കുക കേട്ടോ. നോക്കുക, നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോവാൻ പോകുന്നത്. ദാറ്റ് ഈസ്, മാലു ഹാസ് 3 necklaces and 3 earrings of green, blue and red stones. In how many different ways can she wear them? What is the probability of her wearing a necklace and earrings of the same color of different colors? എന്താ പറഞ്ഞിരിക്കുന്നത്, മാലുവിന് എന്താ 3 നെക്ലസും 3 ഇയറിങ്സും ഉണ്ടല്ലേ. സോ കളർ ഏതൊക്കെയാണ്, പച്ച നീല റെഡ്, പച്ച നീല റെഡ് നിറത്തിലുള്ള എന്ത് നെക്ലസും ഇയറിങ്സും മാളുവിനുണ്ട് അല്ലേ, നിങ്ങൾക്ക് ഉണ്ടോ. ഓക്കെ, എന്താ എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അടുത്ത്, ഹൗ മെനി ഡിഫറെന്റ് വേസ് ക്യാൻ ഷീ വെയർ ദം അല്ലെ, എത്ര രീതിയിൽ, എത്ര പെയർ ഓഫ് രീതിയിൽ മാളുവിന് ഇത് വിയർ ചെയ്യാൻ, ധരിക്കാനായിട്ട് സാധിക്കുമെന്നാ ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഹെർ വിയറിംഗ് ഓഫ് എ നെക്ലേസ് ആൻഡ് ഇയറിംഗ്സ് ഓഫ് ദി സെയിം കളർ, സെയിം കളറിൽ ധരിക്കാനുള്ള പ്രോബബിലിറ്റി, ഡിഫറെന്റ് കളറിലുള്ള പ്രോബബിലിറ്റി നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 3 ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്ലെസ് അല്ലെ, നെക്ലെസും ഇയറിംഗ്സും ആണ്, ഗ്രീൻ ബ്ലൂ റെഡ് കളറാ വരുന്നേ. സോ പ്രോബബിലിറ്റി എത്ര പെയേഴ്സ് അല്ലെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, പെയേഴ്സ്, എത്ര പെയേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നോക്കാം അല്ലെ. എത്രയാ, നെക്ലസ് ഗ്രീൻ വെച്ച് പെയർ ചെയ്യാം അല്ലെ, ഗ്രീൻ മിസ് ഇത് ഇങ്ങനെ എഴുതാം, ഗ്രീൻ
ബ്ലൂ റെഡ് നെക്ലസ് ഉണ്ട്. നെക്ലസ്. ഇയറിംഗ് എന്ന് പറയുന്നത് ഗ്രീൻ ബ്ലൂ റെഡ്. ഓക്കെ, ഗ്രീൻ ബ്ലൂ റെഡ് ഇയറിംഗ് വരുന്നുണ്ട്. സോ ഇതെങ്ങനെ പെയർ ചെയ്യാം മക്കളെ? ദാ ഗ്രീൻ ഗ്രീൻ പെയർ ചെയ്യാം അല്ലെ, ഗ്രീൻ ഗ്രീൻ പെയർ ചെയ്യാം, ഗ്രീൻ ഗ്രീൻ പെയർ ചെയ്യാം. ദെൻ ഗ്രീൻ ബ്ലൂ പെയർ ചെയ്യാം അല്ലെ, ഗ്രീൻ ഗ്രീൻ ബ്ലൂ പെയർ ചെയ്യാം. ദെൻ ഗ്രീൻ റെഡ് പെയർ ചെയ്യാം അല്ലെ, ഗ്രീൻ റെഡ് പെയർ ചെയ്യാം. ഓക്കെ, 3 പെയർ കിട്ടി. ഇനിയോ ബ്ലൂ ഗ്രീൻ പെയർ ചെയ്യാം അല്ലെ, ബ്ലൂ ഗ്രീൻ പെയർ ചെയ്യാം, ബ്ലൂ ബ്ലൂ പെയർ ചെയ്യാം, ബ്ലൂ ബ്ലൂ പെയർ ചെയ്യാം. ഇനിയോ ബ്ലൂ റെഡ് പെയർ ചെയ്യാം അല്ലെ, ബ്ലൂ റെഡ്. മനസ്സിലാവുന്നില്ലേ പെയറിങ്? ഓക്കെ, ദെൻ അടുത്തതോ റെഡ് ഗ്രീൻ പെയർ ചെയ്യാം, റെഡ് ഗ്രീൻ, റെഡ് ഗ്രീൻ പെയർ ചെയ്യാം. പിന്നെയോ റെഡ് ബ്ലൂ പെയർ ചെയ്യാം അല്ലെ, റെഡ് ബ്ലൂ പെയർ ചെയ്യാം. പിന്നെയോ റെഡ് റെഡ് പെയർ ചെയ്യാം അല്ലെ, റെഡ് റെഡ്, റെഡ് റെഡ് പെയർ ചെയ്യാം അല്ലെ. സോ നമുക്ക് ഇപ്പൊ എത്ര പെയർ കിട്ടി? 1 2 3 4 5 6 7 8 9 അല്ലെ, 9 പെയേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 9 പെയേഴ്സ്. കറക്റ്റ് ആണോ നോക്കാം? ഇതാ ഇവിടെ നോക്കുക, 1 2 3 അല്ലെ, 3 ഇൻറ്റു ഇവിടെയോ 3 3 9. കറക്റ്റ്, നമുക്ക് 9 പെയേഴ്സ് കിട്ടിയിട്ടുണ്ട് അല്ലെ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? സെയിം കളർ ആവാനുള്ള പ്രോബബിലിറ്റി. ഫസ്റ്റത്തെ ഈ ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് കിട്ടിട്ടോ. ഓക്കെ, ഇനി എന്താണ്? സെയിം കളർ ആവാനുള്ള പ്രോബബിലിറ്റി. സെയിം കളർ അല്ലെ, സെയിം കളർ. ഇതാ നോക്കുക, ഗ്രീൻ ഗ്രീൻ സെയിം കളർ ആണ് അല്ലെ, ഗ്രീൻ ഗ്രീൻ സെയിം കളർ ആണ്. ഇനിയോ ഇനി സെയിം കളർ. ഇതാ ബ്ലൂ ബ്ലൂ സെയിം കളർ ആണ്, റെഡ് റെഡ് അല്ലെ. സോ എത്രയാണ് പ്രോബബിലിറ്റി വരുന്നത്? 3 അല്ലേ. ഇപ്പോ സെയിം കളർ പ്രോബബിലിറ്റി അല്ലേ. എ ക്വസ്റ്റ്യന്റെ പ്രോബബിലിറ്റി, പ്രോബബിലിറ്റി സെയിം കളർ ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 3/9. ഓക്കെ, സെറ്റ് അല്ല മക്കളെ? 3/9 അല്ലെ. അപ്പൊ മാളൂന് എത്ര രീതിയിൽ വെയർ ചെയ്യാൻ പറ്റും? സെയിം കളർ ഇട്ടിട്ട് 3/9 രീതിയിൽ വെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അല്ലെ. ഓക്കെ, സോ അടുത്തത് എന്താ? ഇത് എത്ര വരിക? 1/3 കേട്ടോ. ഇത് എത്ര വരിക? 1/3. അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിഫറെന്റ് കളറിൽ പെയർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ചോദിച്ചിരിക്കുന്നത് അല്ലെ, ഡിഫറെന്റ് കളറിൽ. സോ പ്രോബബിലിറ്റി ഈക്വൽ ടു ഡിഫറെന്റ് കളർ. ഡിഫറെന്റ് കളർ എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 7 അല്ലേ പ്രോബബിലിറ്റി വരിക? 7/9. 7/9 ആണ് എന്ത്? പ്രോബബിലിറ്റി വരുന്നത്. 7/9. 7 ആണോ? 1 2 3 4 ഒരു മിനിറ്റ്. 1 2 3 4 5 6 അല്ലേ? 7 ഇല്ല, 6 6/9. ഓക്കെ, 6/9 ആണ് വരുന്നത്. 6/9. ഓക്കെ, ഇത് സെറ്റ് അല്ലേ? ഇത്രയും സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, ഇത്രയും ടോപ്പിക്സ് ആണ് എന്ത് നമുക്ക് ഇതിൽ നിന്നും എക്സാമിന് ചോദിക്കാൻ പാകത്തിനുള്ളൂ. സോ നമ്മൾ 1 ഷോട്ട് വീഡിയോയില് ഇത്രയും ടോപ്പിക്സ് എന്ത് ചെയ്തിട്ടുണ്ട്? കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സെറ്റ് അല്ലേ? അതായത് നമുക്ക് ആ ചാപ്റ്ററിലുള്ള കംപ്ലീറ്റ് ടോപ്പിക്സ് എന്ത് നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയില് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? സോ ഇത്രയാണ് എന്ത് നമുക്ക് ആകെ ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ളൂ. അതാ മക്കളെ, നമ്മള് ചാപ്റ്റർ 4 ആണ് എന്ത് പഠിച്ച് കഴിഞ്ഞത്. ഈ ഒരൊറ്റ വീഡിയോയില് പഠിച്ച എല്ലാ ടോപ്പിക്സും നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. മിസ് ഇതാ ഒന്നുകൂടെ പറയുന്നതാണ്. ടോപ്പിക്സ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? പ്രോബബിലിറ്റി, ജോമെട്രിക്കൽ പ്രോബബിലിറ്റി, പെയേഴ്സ് അല്ലെ. ഇത്രയും ടോപ്പിക്സ് എന്താ നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിൽ കവർ ചെയ്തു. പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ദാ കണ്ടോ എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തേന്ന് നോക്ക്. ദാ കണ്ടോ. ദെൻ പിന്നെയോ ജോമെട്രിക്കൽ പ്രോബബിലിറ്റിയിൽ ഓരോ ഷേപ്പും നമ്മൾ എന്ത് ഷെയ്ഡഡ് പോർഷൻസ് കണ്ടുപിടിച്ചു അല്ലെ. അതിൽ മറ്റേ നമ്മൾ ആ സർക്കിൾ ആൻഡ് സ്ക്വയർ വെച്ച് ചെയ്തില്ലേ. വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ പ്രോബ്ലംസ്.
ഓക്കെ. ദെൻ പെയേഴ്സ്, നമ്മൾ ഓരോ പെയേഴ്സ് ക്രിയേറ്റ് ചെയ്തു, പ്ലസ് എന്താണ് പ്രോബബിലിറ്റി വരുന്നതെന്ന് നമ്മൾ ചെക്ക് ചെയ്തു. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? സോ അപ്പൊ എന്ത് ചെയ്യുക, എല്ലാവരും നമ്മുടെ വൺ ഷോട്ട് വീഡിയോസ് റെക്കോർഡ് ഇട്ടിരിക്കുന്നത് എടുത്ത് കാണുക എല്ലാ ചാപ്റ്റേഴ്സിന്റെ. ഓക്കെ, സോ എന്ത് ചെയ്യുക, കളറായിട്ട് നമ്മുടെ എക്സാം എഴുതുക. സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ, സോ മിസ് എന്ത് ചെയ്യുക, അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ബൈ.